എല്ലാവർക്കും നമസ്കാരം. PSC ലേണേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു PYQ സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബയോളജിയിലത്തെ ജീവശാസ്ത്രത്തിലത്തെ PSCയുമായി ബന്ധപ്പെട്ട മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQ സെഷൻസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം, സമയം കളയേണ്ടതില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ആദ്യത്തേത് എന്താ പറയുന്നത്? മനുഷ്യരിൽ അന്നജത്തിന്റെ ദഹനം ആമാശയത്തിൽ വെച്ച് ആരംഭിക്കുന്നു. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെനിൻ പാൽ മാംസ്യമായ കസീനിനെ പരാക്സിനാക്കി മാറ്റുന്നു. ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടിയോസുകളും പെപ്റ്റോണുകളുമാക്കി മാറ്റുന്നു. സോ ഇതാണ് നമ്മുടെ ലേക്ക് വരികയാണെങ്കിൽ 1, 2 and 3 ഉണ്ട്, 1, 2 and 4 ഉണ്ട്, 2, 3 and 4 ഉണ്ട്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ എൻസൈംസുകളും അതിന്റെ ഫങ്ഷൻസും എന്നൊരു ഭാഗത്തെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മനുഷ്യരിൽ അന്നജത്തിന്റെ ദഹനം ആമാശയത്തിൽ വെച്ച് ആരംഭിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം മനുഷ്യരിൽ അന്നജത്തിന്റെ ദഹനം ശരിക്കും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഉമിനീർ ഗ്രന്ഥികൾ, അതായത് ഉമിനീരിലെ എൻസൈംസ് കൊണ്ട് തന്നെ അന്നജത്തിന്റെ ദഹനം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആമാശയത്തിൽ വെച്ച് ആരംഭിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. വായിൽ വെച്ചിട്ടാണ്, അഥവാ ഉമിനീരിലെ എൻസൈംസ് തന്നെ അന്നജത്തിന്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നു. ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത്, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെനിൻ പാൽ മാംസ്യമായ കസീനിനെ പരാക്സിനാക്കി മാറ്റുന്നു. അതും ശരിയാണ്. അവസാനത്തെ, ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേറ്റ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനിനെ പ്രോട്ടിയോസുകളും പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും. 2, 3 and 4 അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇതിന്റെ നമുക്ക് ബാക്കി ഒരു അനുബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഒന്ന് ഒരു ഓവർവ്യൂ പോലെ നമുക്ക് നോക്കിയിട്ട് വരാം. ഉത്തരം സി ആണ്, ഓപ്ഷൻ സി, 2, 3 and 4. അതിന്റെ കാരണം എന്താ? അന്നജത്തിന്റെ ദഹനം വായിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന അമിലേസ്, സലൈവറി അമിലേസ് എന്ന എൻസൈമാണ് അല്ലെങ്കിൽ രാസാഗ്നി അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ വായിൽ ചവച്ചരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ അന്നജം മാത്രം അതിന്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നുണ്ട്. അതായത് അന്നജം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ആ കാർബോഹൈഡ്രേറ്റിലെ അന്നജത്തിന്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നമ്മുടെ വായിൽ വെച്ച് തന്നെ സലൈവറി അമിലേസ് തുടങ്ങുന്നുണ്ട്. ബാക്കിയെല്ലാ പോഷകഘടകങ്ങളും ആമാശയത്തിൽ എത്തിയിട്ടാണ് അതിന്റെ ദഹന പ്രക്രിയ ആരംഭിക്കുക. അപ്പൊ അതിലുള്ളൊരു എക്സെപ്ഷൻ ആയിരുന്നു ഈ അന്നജം എന്നുള്ളത്. അത് തന്നെ PSC തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്ന് ക്വസ്റ്റ്യൻ ഇട്ടു. ഓക്കെ, ഇനി ബാക്കി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്താൽ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം എൻസൈംസും ഗ്ലാൻസും അതുപോലെ തന്നെ അത് നമ്മുടെ പോഷകഘടകങ്ങളിൽ എന്ത് ഫങ്ഷൻ ആണ് ചെയ്യുന്നത്. ചിലത് അന്നജത്തിനെ ഗ്ലൂക്കോസ്, മാൾട്ടോസ് അങ്ങനത്തെ രീതിയിൽ മാറ്റുന്ന എൻസൈംസ് ഉണ്ട്. ആ ഒരു ഫങ്ഷൻ, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു ടേബിൾ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കുന്നത് ഗ്ലാൻസിന്റെ ഭാഗത്ത് ഉമിനീർ ഗ്രന്ഥികളാണ്. നമ്മുടെ വായിൽ നിന്നാണ് ദഹനം ആരംഭിക്കുന്നതല്ലോ. അപ്പോ
ഉമിനീർ ഗ്രന്ഥികളിൽ സലൈവറി അമിലേസ് നമ്മൾ കണ്ടു. അത് അന്നജം സ്റ്റാർക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നത് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ലൈസോസൈം എന്ന് പറയുന്ന ഒരു രാസാഗ്നി കൂടി എവിടെയുണ്ട്? ഉമിനീർ ഗ്രന്ഥികളിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫങ്ഷൻ എന്താ? അത് ആക്ച്വലി ദഹന പ്രക്രിയയിൽ ഒന്നിനെയും മറ്റൊന്നാക്കിയിട്ട് മാറ്റുന്നില്ല. പകരം രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു എൻസൈം ആയിട്ടാണ്, വായിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു എൻസൈം ആയിട്ടാണ് ലൈസോസൈം പ്രവർത്തിക്കുന്നത്. അടുത്തത് എന്താ? ആമാശയ ഗ്രന്ഥികൾ. അപ്പൊ വായ കഴിഞ്ഞു, പിന്നെ ഈസോഫാഗസ് അഥവാ അന്നനാളത്തിൽ കൂടെ ഭക്ഷണം എവിടെ എത്തി? ആമാശയത്തില് എത്തിക്കഴിഞ്ഞു. അപ്പൊ ആമാശയത്തിലുള്ള ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? ഒന്ന് പെപ്സിൻ ഉണ്ട്. പെപ്സിൻ പ്രോട്ടീൻ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പെപ്സിൻ പ്രോട്ടീനിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. പ്രോട്ടീനുകളെ പ്രോട്ടിയോസുകളും പെപ്റ്റോണുകളും ആക്കി മാറ്റുന്നത്. അതായത് പ്രോട്ടീനിന്റെ ഭയങ്കര ചെറുതാക്കുന്ന ഭാഗങ്ങളാണ്. പ്രോട്ടീനെ വിഘടിപ്പിച്ചിട്ട് പെപ്റ്റോണുകളും പ്രോട്ടിയോസുകളാക്കി മാറ്റുന്നത്. ദഹനം എന്ന് പറയുമ്പോൾ അതാണല്ലോ, ആഹാര പദാർത്ഥങ്ങളെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് എത്തിച്ചിട്ട് അബ്സോർബ് ചെയ്യാണ് നമ്മൾ ദഹനത്തിൽ ചെയ്യുന്നത്. അപ്പൊ പ്രോട്ടീനെ വീണ്ടും ചെറുതാക്കുന്ന പ്രോട്ടിയോസുകളും പെപ്റ്റോണുകളും ആക്കി മാറ്റുന്ന പെപ്സിൻ ആമാശയത്തിലെ ഒരു എൻസൈമാണ്. അതുപോലെ തന്നെ റെനിൻ, അത് കുട്ടികളിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. അത് കസീൻ എന്ന് പറയുന്ന പാലിലുള്ള ഒരു പ്രോട്ടീനെയാണ്. അതിനെ പരാക്സിനാക്കി മാറ്റുന്നുണ്ട്. ലിപ്പേസ് എന്ന് പറയുന്നത് കൊഴുപ്പിനെയാണ് എഫക്ട് ചെയ്യുന്നത്. കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നത്. കൊഴുപ്പിനെ അതിന്റെ ഘടകങ്ങളാക്കി മാറ്റി ദഹനത്തിന്റെ പ്രോസസ്സിലേക്ക് കടത്തിവിടുന്ന ഒരു എൻസൈമാണ് ഇത് ലിപ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ആമാശയ ഗ്രന്ഥികളിലെ ഇത് കഴിഞ്ഞു. ഇത് കൂടാതെ ആമാശയത്തിൽ HCl ഒക്കെ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരുക്കുന്നു എന്നുള്ളൂ. അത് നമ്മുടെ പോഷകഘടകങ്ങളെ വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ എൻസൈമുകൾക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു pH മൂല്യം, അതുപോലെ തന്നെ രോഗാണുക്കളെ നശിപ്പിക്കാം, ആ ഒരു ധർമ്മമാണ് HCl ചെയ്യുന്നത്. HCl എന്തല്ല, ഒരു എൻസൈം അല്ല, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഉണ്ട്. അത് ഇതുപോലെ തന്നെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, കൊഴുപ്പ്, ഇതിനൊക്കെ ഓൾറെഡി കുറച്ച് ഡൈജസ്റ്റീവ് പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ ചെറുഘടകങ്ങളെ വീണ്ടും ചെറുഘടകങ്ങളാക്കാനുള്ള എൻസൈംസുകളായിരിക്കും ഇതൊക്കെ. ട്രിപ്സിൻ, അതുപോലെ തന്നെ കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റൈഡ്. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യുന്നത്? പ്രോട്ടിയോസുകൾ. അതായത് നമ്മള് ആമാശയത്തിൽ വെച്ച് പ്രോട്ടീനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ മാറ്റം സംഭവിച്ചതിന്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. പ്രോട്ടിയോസുകൾ പെപ്റ്റോണുകളിനൊക്കെ എന്താക്കി മാറ്റുന്നു? ഡൈപെപ്റ്റൈഡുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അമിലേസ്, നമ്മള് വായയിൽ ഒരു ഗ്ലാൻഡിൽ അമിലേസ് ഉണ്ടായിരുന്നു, സലൈവറി അമിലേസ്. പാൻക്രിയാസ് ആകുമ്പോൾ പാൻക്രിയാസ്റ്റിക് അമിലേസ് അഥവാ ആഗ്നേയ അമിലേസ്. പഴയതുപോലെ തന്നെ അന്നജം തന്നെയാണ് അത് മാറ്റുന്നത്, അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു. ലിപ്പേസ് അഥവാ ലൈപ്പേസ്, മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയതാണ്. കൊഴുപ്പിനെയാണ് അത് ചെയ്യുന്നത്. അത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കിയ ആമാശയത്തിൽ എന്തായിരുന്നു? അവിടെ ഒരു ലിപ്പേസ് ഉണ്ടായിരുന്നു. അതെന്ത്? ഗ്യാസ്ട്രിക് ലിപ്പേസ് അഥവാ ലിപ്പേസ്, അത്രയേ ഉള്ളൂ. ലിപ്പേസ് എന്നാണ് എൻസൈമിന്റെ പേര്. അത് ഇവിടെ ഏത് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ അതിന്റെ പേര് ചേർത്ത് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കും. അതുപോലെ തന്നെ ചെറുകുടലിലും ഗ്ലാൻഡ്സ് ഉണ്ട്. അത് പുറപ്പെടുവിക്കുന്ന എൻസൈമുകളാണ്. ഒന്ന് പെപ്റ്റിഡേസ്, പറയുന്ന പോലെ പ്രോട്ടീൻ ഡൈപെപ്റ്റൈഡുകളെ അമിനോ ആസിഡ് ആക്കുന്നു. പ്രോട്ടീൻ ദഹനത്തിന്റെ അവസാന ഘട്ടമാണ് അമിനോ ആസിഡ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീനുകളെ ദഹനത്തിന്റെ അവസാന രൂപം, ലാസ്റ്റ് ഫോം ഏതാ? അമിനോ ആസിഡ് ആണ്. അതുപോലെ തന്നെ അതൊക്കെ ലാസ്റ്റ് ഫോം ഏറെക്കുറെ എവിടെ എത്തുമ്പോഴാണ് ഫോം ചെയ്യാം? ചെറുകുടൽ അഥവാ ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴാണ് ഒട്ടുമിക്ക ഇതിന്റെയും അവസാനത്തെ ഫോമിലേക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ മാൾട്ടേസ്, സൂക്രോസ്, ലാക്ടേസ് എന്ന രീതിയിലുള്ള കാർബോപെപ്റ്റിഡേസ് എന്നുള്ള രീതിയിൽ അതിനെ പറയും. കാർബോപെപ്റ്റിഡേസ് അല്ല, മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ്.
ഈ മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ് എന്നൊക്കെ പറയുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ഭാഗങ്ങളാണ്. ബന്ധപ്പെട്ട എൻസൈംസ് ആണിത്. ഈ കാർബോഹൈഡ്രേറ്റുകളിനെയാണ് അത് അതിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത് അതിന്റെ ഏറ്റവും ബേസ് ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാൽക്ടോസ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് അറിയാലോ, കൊഴുപ്പ്. അപ്പൊ അമിലേസ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റാർക്ക് ആ രീതിയിലായിരിക്കും. ലിപ്പേസ് എപ്പോഴും കൊഴുപ്പിനായിരിക്കും. അതുപോലെ തന്നെ ഈ മാൾട്ടോസ്, സൂക്രോസ്, ഗാൽക്ടോസ് അതൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ ആൾക്കാരാണ്. അമിലേസ്, അതുപോലെ തന്നെ പെപ്റ്റിഡേസ്, ട്രിപ്സിൻ, പെപ്സിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രോട്ടീനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ കൊഴുപ്പിന്റെ ഏറ്റവും അവസാനത്തത് ഗ്ലിസറോൾ ആണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കിയിട്ട് മാറ്റും. അപ്പൊ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. എല്ലാവരും അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ രാസാഗ്നികളൊന്നും തന്നെയില്ല. അതൊരു എൻസൈം അല്ല. പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത് എൻസൈം അല്ല. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കൊഴുമ്പ് രൂപത്തിലൊക്കെ ആക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത് ഏറെക്കുറെ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ അനുബന്ധ വിവരങ്ങൾ നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക. തയാമിൻ, റൈബോഫ്ലേവിൻ, റെറ്റിനോൾ, നിയാസിൻ. അപ്പൊ ഇത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിനുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. അപ്പൊ ഇതില് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടും. ബാക്കിയെല്ലാം എന്തായിരിക്കും? ജലത്തിൽ ലയിക്കുന്നവയായിരിക്കും. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് ആക്ച്വലി വരുന്നത് ഏതാന്ന് വെച്ചാ എ വരുന്നുണ്ട്, അതുപോലെ ഡി വരുന്നുണ്ട്, ഇ വരും, അതുപോലെ തന്നെ കെ വരും. ഇത്രയും സാധനങ്ങൾ കൊഴുപ്പാണ്. അടക്ക എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എയും ഡിയും ഇയും കെയും ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഈ വിറ്റാമിൻസിന്റെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞിട്ട് വേറൊരു നെയിം ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ തയാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി കോംപ്ലക്സിന്റെ ഒരു പേരാണ്. റൈബോഫ്ലേവിനും ബി കോംപ്ലക്സിന്റെ ഒരു ശാസ്ത്രീയ പേരാണ്. റെറ്റിനോൾ എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആണ്. റെറ്റിനോൾ വിറ്റാമിൻ എ ആണ്. അതുപോലെ തന്നെ നിയാസിൻ എന്ന് പറയുന്നത് ഈ ബി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഏതാ വരിക? ജലത്തിൽ അലിയുന്നത് ഇപ്പോ റെറ്റിനോള് എ ആണ്. അത് കൊഴുപ്പിൽ അലിയുന്നതാണ്. ബാക്കി അല്ലാതെ 1, 2 and 4 ആണ് അതിന്റെ ആൻസർ വരിക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജലത്തിൽ അലിയുന്നവ വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും. ബി കോംപ്ലക്സിൽ ഒരുപാട് വിറ്റാമിൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഒറ്റ പേരിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ അത് അറിയപ്പെടുന്നത്. കൊഴുപ്പിൽ അലിയുന്നവ ഞാൻ പറഞ്ഞ പോലെ അടക്ക എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. അപ്പൊ അടക്ക പഠിച്ചാൽ മതി. ബാക്കി അല്ലാതെ എന്തായിരിക്കും? ജലത്തിൽ ലയിക്കുന്നവയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ശാസ്ത്രീയ നാമങ്ങൾ കൂടി പഠിക്കേണ്ട ആവശ്യകത ഉണ്ട് സത്യം പറഞ്ഞ. അപ്പൊ വിറ്റാമിൻ എയുടെ റെറ്റിനോൾ ആണ്, വിറ്റാമിൻ ഇ ടോക്കോഫെറോൺ, വിറ്റാമിൻ ഡി കാൽസിഫെറോൺ, വിറ്റാമിൻ കെ ഫിലിക്കിനോൺ. അപ്പൊ അതാണ് ഈ അടക്ക കൊഴുപ്പിൽ ലയിക്കുന്നവ. അതുപോലെ തന്നെ വാട്ടറിൽ ലയിക്കുന്ന ബി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട സിയും. സിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അബ്സോർബിക് ആസിഡ് ആണ്. B2 റൈബോഫ്ലേവിൻ, നിയാസിൻ, ബാക്കി B5, B6 അതിന്റെ ഒക്കെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിരിഡോക്സിൻ, ബയോട്ടിൻ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ വിറ്റാമിൻസിന്റെ സയന്റിഫിക് നെയിംസും പഠിച്ചു വെക്കണം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ? കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ ഒപ്പം തന്നെ അപര്യാപ്ത രോഗങ്ങൾ എന്നുള്ള സാധനം കൂടി നമ്മൾ പഠിക്കണം. അപര്യാപ്ത രോഗങ്ങൾ അത് നമുക്ക് വീണ്ടും ഒരു ക്ലാസ് ചെയ്യാം. തൽക്കാലം ഈ ഒരു ക്ലാസിഫിക്കേഷനും സയന്റിഫിക് നെയിംസും നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അപര്യാപ്ത രോഗങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിറ്റാമിൻ എയുടെ
അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ റിക്കറ്റ്സ്, അങ്ങനത്തെ അപര്യാപ്ത രോഗങ്ങൾ കൂടി ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇതിൻ്റെയോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രാക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. സസ്യപ്ലവക ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. അപ്പൊ ഇത് എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഹൈഡ്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ജലാശയം, ഒരു കുളം അല്ലെങ്കിൽ ഒരു തടാകമോ എന്തെങ്കിലും, അത് പരിണാമം വന്ന് അതൊരു ലാൻഡായി മാറുന്ന പ്രോസസ്സ്, ലാൻഡായിട്ട് മാറിയിട്ട് അതിലെ ഒരു ആവാസ വ്യവസ്ഥ, കാട്, അങ്ങനത്തെ മരങ്ങളൊക്കെ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ശരിക്കും ഹൈഡ്രാക്ക് എന്ന് പറയുക. അപ്പൊ അതിന്റെ ഘട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ ഘട്ടം ഏതാ? സസ്യപ്ലവക ഘട്ടം തന്നെയാണ് വരിക. ആദ്യത്തെ ഘട്ടം സസ്യപ്ലവക ഘട്ടം വരും. അവസാന ഘട്ടം ഏതായിരിക്കും? കാടും പുല്ലൊക്കെ വരുന്ന ഒരു പ്രോസസ്സാണ് ക്ലൈമാക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. അവസാനം അതായിരിക്കും. അപ്പൊ കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടമാണ് ഏറ്റവും അവസാനം വരിക. അപ്പൊ എ തുടക്കത്തിലും ഡി അവസാനത്തിലായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എ സസ്യപ്ലവഘട്ടം ആദ്യം, അതുപോലെ തന്നെ ഡി അവസാനം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം എയും ഡി. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി തന്നെയായിരിക്കും ആൻസർ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ വഴി നമുക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ അനുബന്ധ വിവരങ്ങളൊക്കെ അടക്കാം. എന്താണ് ഹൈഡ്രാക്ക് സക്സഷൻ? ഒരു ജലാശയം ക്രമേണ കരഭൂമിയായി മാറുന്ന പ്രക്രിയയാണ്. താഴെ പറയുന്ന രീതിയിൽ ആദ്യം സസ്യപ്ലവക ഘട്ടം എന്ന് പറഞ്ഞ ആൽഗകൾ, ബാക്ടീരിയകള്, അതുപോലത്തെ ഏകകോശ ജീവികളും സൂക്ഷ്മജീവികളുമാണ് ഉണ്ടാകുന്നത്. അത് ആണ് ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞാൽ മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ വളർച്ചയാണ് അടുത്ത ഘട്ടം. അത് കഴിഞ്ഞ് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങൾ വരും. അതിന്റെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എന്താ? ചതുപ്പ് പോലത്തെ നിലങ്ങളായിട്ട് മാറും. അത് കഴിഞ്ഞ കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. അത് കഴിഞ്ഞ കുറച്ചും കൂടി വനം, മരങ്ങളായിട്ട് നിറഞ്ഞിട്ടുള്ള ആവാസ വ്യവസ്ഥ. ഇതാണ് ഹൈഡ്രാക്ക് എന്ന് പറഞ്ഞ സക്സഷൻ എന്നുള്ള അതിന്റെ ഒരു രീതി. ഒരു ജലാശയം കാലക്രമേണ ഒരു ലാൻഡ് ഫോം ആയിട്ട് മാറുന്ന ഒരു രീതിനെ പറയുന്ന, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രാക്ക്. അപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? അപ്പൊ ആക്ച്വലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ആ ടോപ്പിക്കിലെ തന്നെ ഭാഗത്ത് നിന്നുള്ള ബയോമാഗ്നിഫിക്കേഷൻ എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏത് ജീവിയിലായിരിക്കും? ബയോമാഗ്നിഫിക്കേഷന്റെ ഒരു തിയറി പ്രകാരം പോഷണതലം ഏറ്റവും കൂടുതലുള്ള, ഉയർന്ന പോഷണതലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സാന്ദ്രത കൂടുതലുണ്ടായിരിക്കും. DDT അതുപോലെ തന്നെ വിഷവസ്തുക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജലത്തിൽ ലയിക്കാത്ത, അത് മണ്ണിലൊന്നും അങ്ങനെ ലയിച്ച് ജലത്തിൽ ലയിക്കാത്ത സംഭവങ്ങൾ, നമ്മുടെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ, ഈ DDT, രാസവളങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് അത്ര ലയിച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ മണ്ണിൽ ഡീകമ്പോസ് ചെയ്ത് പോവില്ല. അപ്പൊ ഇത് ചെറിയ ജീവികൾക്ക്, മീനുകൾക്കൊക്കെ അത് ഭക്ഷിക്കുമ്പോൾ അവരുടെ ശരീരത്തില് അത് ഉണ്ടായിരിക്കും. അത് അവരുടെ ശരീരത്തിൽ അത് എന്താവില്ല, കാര്യമായിട്ട് ദഹിച്ചു പോവില്ല. അപ്പൊ ആ മീനുകളെ കഴിക്കുന്ന അടുത്ത ഘട്ടം, ഈ മീനുകളെ കഴിക്കുന്ന പക്ഷികൾക്കൊക്കെ എന്തായിരിക്കും, അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും, അതിന്റെ അളവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതിനേക്കാളും പക്ഷികളെ കഴിക്കുന്ന ആൾക്കാര് അടുത്ത ടെറിഷറി കൺസ്യൂമേഴ്സോ അങ്ങനത്തെ ആൾക്കാര്, ഇപ്പോ സിംഹം അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ DDTയുടെ അളവ് കൂടുതലായിരിക്കും. അതാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? മത്സ്യങ്ങള് ഉണ്ട്, ഞണ്ടുകളുണ്ട്,
ഫൈറ്റോ പ്ലാങ്ക്ടണുകളുണ്ട്, കടൽ കാക്കകളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? കടൽ കാക്കകളായിരിക്കും. കാരണം ഭക്ഷിക്കുന്ന ഒരാളാണ് ഇത് കടൽ കാക്കകൾ. ഇപ്പോ ഇതിനെ ഞണ്ടുകള് മത്സ്യങ്ങൾ ഭക്ഷിക്കും. മത്സ്യങ്ങള് ഈ ഞണ്ടുകള് രണ്ടുപേരെ ഭക്ഷിക്കുന്നതാണ്. ഈ ഞണ്ടുകളിനെയും മത്സ്യങ്ങളിനെയൊക്കെ കടൽ കാക്കകള് ഭക്ഷിക്കും. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള കൺസ്യൂമേഴ്സിനായിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ സാന്ദ്രത. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷ്യ ശൃംഖലയിലെ ഉയർന്ന പോഷണ തലങ്ങളിൽ ട്രോഫിക് ലെവൽസിലേക്ക് പോകുന്തോറും വിഷവസ്തുക്കളുടെ സാന്ദ്രത വർദ്ധിച്ചു വരുന്ന പ്രക്രിയയാണ് ബയോമാഗ്നിഫിക്കേഷൻ. വിഷവസ്തുക്കള് അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആഹാരം കഴിക്കുന്ന ചെറിയ ജീവികളില് ഇത് എന്താവില്ല, ഡിസോൾവ് ആയി പോവില്ല. അത് അതുപോലെ തന്നെ ചെറിയ ജീവികളിൽ ഉണ്ടാവും. അപ്പൊ ആ ചെറിയ ജീവികളെ കഴിക്കുന്ന വലിയ ജീവികളിലും അതിന്റെ അളവുണ്ടാവും. അത് ക്രമേണ കൂടി വരും. അതിനാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. അടുത്ത ദിവസം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. പ്രോട്ടോസോവ രോഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഏതാണ്? അമീബിയാസിസ്, മലേറിയ. രണ്ടും എന്താണ്? പ്രോട്ടോസോവ രോഗങ്ങളാണ്. മലേറിയയും അതുപോലെ തന്നെ അമീബിയാസിസും എന്താണ്? പ്രോട്ടോസോവ രോഗങ്ങളാണ്. ടൈഫോയിഡോ? ടൈഫോയിഡ് ബാക്ടീരിയ രോഗമാണ്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി വൈറസ് രോഗമാണ്. അപ്പൊ രോഗങ്ങൾ, രോഗകാരികൾ എന്ന് പറയുന്ന എന്താ പറയാ, ഭയങ്കര ക്ലീശ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടി PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം അത് എത്ര പഠിച്ചാലും നമുക്ക് പെട്ടെന്ന് തെറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്ന് PYQs എപ്പോഴും വരാറുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കാൻ വേണം. ഇതിന്റെ ആൻസർ B, 2 and 3 ആണ്. മലേറിയ അമീബിയാസിസുമാണ് പ്രോട്ടോസോവ രോഗങ്ങൾ. ഡെങ്കിപ്പനി വൈറസ് ആണ്. ഇത് വൈറസ് ആണ്. ഇത് എന്താണ്? ബാക്ടീരിയ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത് നോക്കാം. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ആരോഗ്യ പദ്ധതികളിലേക്ക് കടന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. രണ്ടാമത്തത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. അതുപോലെ തന്നെ മാരകമായ അസുഖ നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോല. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്, ശരിയായിട്ടുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്നുള്ളത് ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുകൃതം. ആണോ? അല്ല. സുകൃതം എന്നുള്ള പദ്ധതി എന്താ? ക്യാൻസർ രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് സുകൃതം. കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. ആണോ? അല്ല. അതേതായിരുന്നു? അത് ആശ്വാസ കിരണമല്ലേ? കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്നത്. ഇപ്പൊ സാന്ത്വനം എന്താ? സാന്ത്വനം ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ്. മാരകമായ അസുഖ നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോല. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോ ഇതില് 1ഉം 4 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം എന്താ? സുകൃതം എന്താണ്? ക്യാൻസർ രോഗികൾക്ക്, BPL ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു അല്ലെ സുകൃതം. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം അത് ആശ്വാസകിരണമാണ്. തന്നിട്ടുള്ളത് ആശ്വാസകിരണമാണ്. കിടപ്പ് രോഗികൾക്ക് ഭിന്നശേഷികളും പരിപാലിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് ആശ്വാസകിരണവും. സാന്ത്വനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ജീവിതശൈലി രോഗനിർണയവും രക്തപരിശോധനയും ഒക്കെ ജീവിതശൈലി രോഗനിർണയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. ഒരുപാട് ആരോഗ്യ പദ്ധതികൾ ഉണ്ട്. അപ്പോ ഇതിനോടൊപ്പം നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കൂടാതെ ഒരുപാട് ആരോഗ്യ പദ്ധതികൾ ഉണ്ട്. അപ്പൊ അത് നോക്കി പോകുന്നത് നന്നായിരിക്കും. ആരോഗ്യ പദ്ധതികൾ നോക്കുമ്പോൾ പദ്ധതിയുടെ പേര്,
ഗുണഭോക്താവ്. പിന്നെ ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതും കൂടി അതിൽ നോക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പക്ഷെ അത് തന്നെ ഒരുപാട് ആശ്വാസകിരണമുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പൊ സാന്ത്വനം, ആശ്വാസകിരണം, വയോമിത്രം, മന്ദഹാസം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരുപാട് ആരോഗ്യ പദ്ധതികളുണ്ട്. അപ്പൊ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ നമുക്കതൊന്ന് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അത്രയും ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന പോലെ PYQs ചോദിക്കുന്നൊരു ഭാഗമാണ്. അപ്പൊ അതില് വേറൊരെണ്ണാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം നമുക്ക് അത്ര പ്രശ്നമില്ല. ശ്രവണ വൈകല്യം, ശ്രുതി എന്ന് പറയുമ്പോൾ അറിയാലോ, കേൾക്കുക, നല്ല ശ്രുതി അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ശ്രവണ വൈകല്യം ഉള്ളവർക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റ്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അത് ആർക്കാണ്? കുട്ടികൾക്കാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഗുണഭോക്താവ് എന്തിന് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇപ്പൊ ശ്രുതി തരംഗം കുട്ടികളാണ്, ശ്രവണ വൈകല്യം എന്നുള്ള രീതിയിലാണ്. ആർദ്ര മിഷൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. എന്താ? ആരോഗ്യ കേന്ദ്രങ്ങളെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി ജനസൗഹൃദവും കുറഞ്ഞ ചെലവിലുള്ള ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി. ആർദ്രം മിഷൻ ജനസൗഹൃദവും കുറഞ്ഞ ചെലവിലുള്ള ചികിത്സയായിട്ട് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. ശലഭം എന്താണ്? ജന്മന ഉണ്ടാകുന്ന ശാരീരിക മാനസിക വൈകല്യങ്ങളും വൈകല്യ സാധ്യതകളും കുഞ്ഞുങ്ങളിൽ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി. അപ്പൊ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക, കുട്ടികളിലെ മാനസിക ശാരീരിക വൈകല്യങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ശലഭം. ആർദ്രം മിഷൻ എന്തായിരുന്നു? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ജനസൗഹൃദമാക്കുക, ചികിത്സാ ചെലവ് കുറയ്ക്കുക. ശ്രുതി തരംഗം നമ്മുടെ എന്താ? ശ്രവണ വൈകല്യം കുട്ടികള്, അങ്ങനെ ഓർത്തു വെക്കുക. കൈവല്യം എന്നുള്ള വേറൊരു പദ്ധതി ഉണ്ട്, ഭിന്നശേഷി വ്യക്തികൾക്കാണ്. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. വയോമിത്രം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് അവർക്ക് ചെയ്യുന്നത്? സൗജന്യ മരുന്നുകളും കൗൺസിലുകളും പിന്നെ മൊബൈൽ ക്ലിനിക്കുകളുടെ സൗകര്യങ്ങളൊക്കെ മറ്റും ഉറപ്പാക്കുന്നു. അനുയാത്ര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇൻക്ലൂസീവ് ആക്കാൻ, ഡിസബിലിറ്റി ഇൻക്ലൂസീവ് ആക്കാൻ, അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അനുയാത്ര നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കൈവല്യം എന്ന് പറഞ്ഞ ഇത് നമ്മൾ ഭിന്നശേഷി വ്യക്തികൾക്കുള്ള ആരോഗ്യ പദ്ധതികളിൽ പഠിച്ചു. ഇനിയും ഉണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത് ഏതൊക്കെയാണ്? പോളിയോ, പാർക്കിൻസൺസ്, ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. ടൈഫോയിഡ്, ന്യൂമോണിയ ഒന്നുമല്ല. ന്യൂമോണിയ ഒക്കെ വേറെ ഭാഗങ്ങളെയാണ് നമുക്കറിയാം. മലമ്പനി, എയ്ഡ്സ്, ക്ഷയം ഇവയൊന്നല്ല. അപ്പൊ പോളിയോ, പാർക്കിൻസൺസ് എന്നിവ തന്നെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഒക്കെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിൽ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാ? വില്യം ഹാർവിയാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ കാൾ ലാൻസ്റ്റർ എന്താണ് കണ്ടുപിടിച്ചത്? രക്തഗ്രൂപ്പുകളെ കണ്ടുപിടിച്ച ആളാണ് കാൾ ലാൻസ്റ്റർ. റോബർട്ട് ഹുക്ക് എന്താണ്? കോശങ്ങളെ കുറിച്ചിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. ലൂയി പാസ്റ്റർ എന്താ? പാസ്ചറൈസേഷൻ, അതുപോലെ തന്നെ പേവിഷബാധ, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. വില്യം ഹാർവി തന്നെയാണ് ഏത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ, രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത്. കാൾ ലാൻസ്റ്റർ എന്താ? രക്തഗ്രൂപ്പുകളാണ് കണ്ടുപിടിച്ചത്. റോബർട്ട് ഹുക്ക് വർഷം കൂടി നോക്കുക, 1965. ഇത് ഓൾറെഡി നമ്മൾ കോശം എന്നുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. കോശം, സെല്ല് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. ലൂയി പാസ്റ്റർ രോഗാണു സിദ്ധാന്തമുണ്ട്, അതുപോലെ തന്നെ പേവിഷബാധയുടെ പ്രതിരോധം വരുന്നുണ്ട്, പാസ്ചറൈസേഷൻ എന്നിവയുണ്ട്. അപ്പോ ഇന്ന് നമ്മള് ഇത്രയും 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 8 ക്വസ്റ്റ്യൻസും 8 ടോപ്പിക്കാണ് നമ്മളെ
ഭയങ്കര ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ തന്നെയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട സിലബസ് ഒക്കെ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വേറൊരു ക്ലാസ്സുമായിട്ട് പിന്നെ വരാം.